യെസ്, മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഒരു മത്സരം. ഒരു പക്ഷേ 7-1 വിജയിച്ച് നിൽക്കുന്ന ഇന്ത്യ 7 മത്സരങ്ങളിൽ വലിയൊരു ആധിപത്യം ഇന്ത്യക്ക് ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ മത്സരം നമുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ലെവൽഡ് ഗെയിമാണെന്ന് വിളിക്കേണ്ടി വരും. കാരണം പല മത്സരങ്ങളും നമ്മൾ ഇതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ ആണെങ്കിൽ പോലും ഒരു വൺ സൈഡഡ് ഗെയിമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. പാകിസ്ഥാൻ കുറച്ചുകൂടെ ശക്തമാണ്, കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. ഇപ്പോൾ കൊളംബോയിലാണ് മത്സരം നടക്കുന്നത്, ആ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. ഇപ്പോൾ പലരും പല രീതിയിലും പറയുന്നുണ്ട് മഴ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. പക്ഷേ നിലവിലത്തെ സാഹചര്യപ്രകാരം രണ്ട് ടീമുകളുടെയും ആരാധകർക്ക് സന്തോഷിക്കാം, മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. നേരത്തെ ചാൻസസ് ഉണ്ടായിരുന്നു വൈകുന്നേരം 6 തൊട്ട് 8 മണി വരെ ശക്തമായ മഴ പെയ്യുമെന്നാണ് ഇപ്പോഴും കാലാവസ്ഥാ പ്രവചകർ പറയുന്നതെങ്കിൽ പോലും മഴ മാറി നിൽക്കുമെന്ന് തൽക്കാലത്തേക്ക് വിശ്വസിക്കാം. ഇനി ഗ്രൗണ്ടിൻ്റെ വിസ്തീർണത്തെ പറ്റി പറയുകയാണെങ്കിൽ 70 മീറ്റർ നീളമുള്ള ഗ്രൗണ്ടാണ്. അതായത് വലിയ ഗ്രൗണ്ടാണ്. അതായത് ബൗണ്ടറീസ് അടിക്കാൻ നല്ല പാടാണ്. 2സും 3സും മാക്സിമം ഇന്നത്തെ മത്സരത്തിൽ കണ്ടാലും അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുന്ന ടീമിൽ ഉറപ്പായിട്ടും ടോസ് ഭയങ്കരമായിട്ട് വർക്കാകും. ഇപ്പോൾ ടോസ് എടുക്കുന്ന ടീം സ്വാഭാവികമായിട്ടും ബൗളിംഗ് എടുക്കുള്ളൂ, കാരണം മഴ കണ്ടീഷൻസ് കൂടി ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷേ ഡ്യൂ പ്രേമദാസ സ്റ്റേഡിയത്തിൽ തീരെയില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതുകൊണ്ട് ഡ്യൂ ഭയങ്കരമായിട്ട് കളിക്കും എന്ന് വിശ്വസിക്കാനും വയ്യ. ഇനി ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീം ഒരു 160-170 സ്കോർ എടുക്കാൻ കഴിഞ്ഞാൽ അത് ഗംഭീരമായ ടാർഗറ്റ് ആയിരിക്കും. അത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ആദ്യ ബോൾ തന്നെ അടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ 20 ഓവർ അടിച്ച് 200 റണ്ണൊക്കെ ചേസ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വിക്കറ്റുകൾ വീഴാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു ടെമ്പറമെൻറ്റ് കൂടി മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരിക്കും ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇഫ് പാകിസ്ഥാൻ ബാറ്റ്സ് ഫസ്റ്റ് ഒരു 160-170 അടിച്ചാൽ തന്നെ പാകിസ്ഥാൻ നല്ല സ്കോറാണ്. ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന, ഇന്നത്തെ മത്സരം നല്ല രീതിയിൽ ടഫ് കൊടുക്കാൻ പറ്റുന്ന ഇന്ത്യൻ ടീമിന് നല്ല രീതിയിൽ ഒരു ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോറായിട്ട് തന്നെ 170 പാകിസ്ഥാൻ അടിച്ചാൽ പാകിസ്ഥാന് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇനി ഇന്ത്യയാണ് ആദ്യം ബാറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും അതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ഒക്കെ ആദ്യ ബോൾ മുതൽ തന്നെ അടിക്കാനുള്ള ശ്രമത്തിലാണെങ്കിൽ ചിലപ്പോൾ അത് തിരിച്ചടിയായിട്ട് മാറാനുള്ള കണ്ടീഷൻസ് ആണ് കൊളംബോയിലെ മത്സരത്തിൽ പ്രധാനമായിട്ടും ഉള്ളതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുക. ഒന്ന്, ഇന്ത്യൻ ടീമിൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും, പാകിസ്ഥാൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ ടീമിൽ നിന്നും പുറത്താവുകയാണ്. നമീബിയക്കെതിരായ മത്സരത്തിൽ 8 പന്തിൽ നിന്നും 22 റൺസ്. മാജിക്കൽ ഇന്നിംഗ്സ് ആയിരുന്നു, പക്ഷേ അത് നീണ്ടു നിൽക്കാൻ സാധിച്ചില്ല. അത് അഭിഷേക് ശർമ്മ പോയതുകൊണ്ടാണ്. ഇപ്പോൾ അഭിഷേക് തിരിച്ചു വന്നതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ സ്ലോട്ട് മാറുന്നു, അഭിഷേക് ശർമ്മ ടീമിലേക്ക് ഇടം പിടിക്കുന്നു. ക്ലിയറാണ്. വേറെ വലിയ മാറ്റങ്ങളൊന്നും ടോപ്പ് ഓർഡറിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഇല്ല. ഇനി നടക്കുന്നുണ്ടെങ്കിൽ തന്നെ റിങ്കു സിംഗിനെ മാറ്റാം. മിഡിൽ ഓർഡറിൽ നിന്ന് റിങ്കു സിംഗിനെ മാറ്റാനുള്ള സാധ്യതയുണ്ടോ? വളരെ ഡെഫിനറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം കഴിഞ്ഞ 2 മത്സരങ്ങളിൽ റിങ്കു സിംഗിൻ്റെ മോശം പ്രകടനം അത് വലിയ രീതിയിൽ ചർച്ചയായിട്ടില്ല. ഒരുപക്ഷെ നാരോ എസ്കേപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് റിങ്കു എന്ന് പറയാം. പക്ഷേ റിങ്കുവിനെ മാറ്റിക്കൊണ്ട് ഒരു എക്സ്ട്രാ ഓഫ് സ്പിന്നറിനെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കൊളംബോയിൽ പിച്ച് കണ്ടീഷൻസ് ആയിക്കോട്ടെ, അത് ട്രിക്കി വിക്കറ്റാണ്, സ്പിന്നേഴ്സിന് അനുകൂലമായ വിക്കറ്റാണ്, സ്ലോ സർഫസ് ആണ്. അപ്പോൾ സ്പിന്നേഴ്സിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു മത്സരം കൂടിയായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു എക്സ്ട്രാ സ്പിന്നർ വന്ന് റിങ്കു സിംഗിനെ മാറ്റി വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിക്കാനുള്ള സാധ്യത ഇന്ത്യൻ ടീം പരീക്ഷിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അങ്ങനെയാണെങ്കിൽ കുൽദീപ്, വാഷിംഗ്ടൺ, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി എന്നീ 4 സ്പിന്നേഴ്സിനെ വെച്ച് ഇന്ത്യ കളിക്കാം. ഒരു റൂളും ഇല്ല 4 സ്പിന്നേഴ്സിനെ വെച്ച് കളിക്കാം എന്നുള്ളതൊന്നും. അതുകൊണ്ട് തന്നെ വാഷിംഗ്ടൺ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ഇൻപുട്ടാകും. പിന്നീട് അപ്പോൾ ശിവം ദുബെയെ യൂസ് ചെയ്യാം. കാരണം ശിവം ദുബെയുടെ മീഡിയം പേസ് വെച്ചിട്ട് 2 സൈഡുകളിലും 70 മീറ്ററോളം നീളമുണ്ട്. അതുകൊണ്ട് ബാറ്റർമാരെ അടിച്ച് കളിപ്പിച്ച് ക്യാച്ചിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ദുബെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ. ഇപ്പോൾ അർഷദീപ് / ബുംറ, whom are you gonna drop? അർഷദീപിനെ ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസ് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ഇൻ കേസ് ഫ്ലാറ്റ് ട്രാക്ക് അല്ല, ഇപ്പോൾ പറയുന്ന പോലെ തന്നെ സീമേഴ്സിന് ഭയങ്കരമായിട്ട് സ്കോപ്പ് ഇല്ലെങ്കിൽ വൈ നോട്ട് അർഷദീപ് സിംഗിനെ മാറ്റി ഒരു പക്ഷേ വാഷിംഗ്ടൺ സുന്ദറിനെ കൊണ്ടുവന്നുകൂടാ, റിങ്കുവിനെ അവിടെ നിലനിർത്തിക്കൊണ്ട്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവാം, ചിലപ്പോൾ ചില പൊളിച്ചെഴുത്തുകൾ ഉണ്ടാവാം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നെറ്റ്സിൽ പോലും കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. സൂര്യകുമാർ യാദവ് ഇപ്പോൾ ഉസ്മാൻ താരിഖിൻ്റെ ബൗളിംഗ് ആക്ഷൻ വരെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് നേരെയും ഇഷാൻ കിഷന് നേരെയും ശിവം ദുബെയ്ക്കും എറിയുന്ന കാഴ്ച നമ്മൾ നെറ്റ്സിൽ കണ്ടതാണ്. അപ്പോൾ ഉസ്മാൻ താരിഖ് എന്ന ബൗളറിന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേകമായൊരു സ്ട്രാറ്റജി ഇന്ത്യ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ 23 മത്സരങ്ങളിൽ പാകിസ്ഥാന് വേണ്ടി കളിച്ച ഉസ്മാൻ താരിഖ് ഒരു മത്സരത്തിൽ പോലും വിക്കറ്റ് എടുക്കാതിരുന്നിട്ടില്ല. അതായത് എല്ലാ മത്സരങ്ങളിലും വിക്കറ്റ് എടുക്കുന്നു. എക്കോണമിക്കലായിട്ടുള്ള ബൗളറായിട്ട് ഉസ്മാൻ താരിഖ് മാറുന്നു. ഇപ്പോൾ T20 ലോകകപ്പിൽ ഉസ്മാൻ താരിഖിൻ്റെ ബൗളിംഗ് ആക്ഷനെ കുറിച്ച് ചർച്ച ചെയ്യാവുന്നുണ്ടെങ്കിൽ പോലും അത് ലീഗലാണ്. ഇപ്പം എന്തൊക്കെ പറഞ്ഞാൽ പോലും ഇറ്റ്സ് വിത്തിൻ ദ റൂൾസ്. അതുകൊണ്ട് തന്നെ ഉസ്മാൻ താരിഖിനെ എങ്ങനെ കളിക്കാനാണ് ഇന്ത്യ നോക്കുന്നത്? ഞാൻ വളരെയധികം ഉറ്റുനോക്കുന്നത് ഉസ്മാൻ താരിഖ് വേഴ്സസ് ശിവം ദുബെ കോൺടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതെങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്? ശിവം ദുബെ ഏറ്റവും ഗംഭീരമായിട്ട് സ്പിന്ന് കളിക്കുന്ന ഒരു താരമാണ്. പക്ഷേ ഉസ്മാൻ താരിഖിൻ്റെ സ്പിന്ന് കളിക്കാൻ ശിവം ദുബെയ്ക്ക് കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു കോൺടെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഉസ്മാൻ താരിഖ് വേഴ്സസ് ശിവം ദുബെ എന്നാണ് എൻ്റെ കാൾ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്കുമുണ്ട് സ്പിൻ ബൗളേഴ്സ്. അവർ ഏറ്റവും കൂടുതൽ സ്പിൻ അറ്റാക്കിൽ റിലേ ചെയ്യുന്ന ഒരു ടീമും കൂടിയാണ് പാകിസ്ഥാൻ. ഇപ്പോൾ ക്യാച്ചിങ് ഓൺ ഉസ്മാൻ താരിഖിനെ എടുത്താൽ പോലും, അല്ലെങ്കിൽ മുഹമ്മദ് നവാസിനെ എടുത്താൽ പോലും, അബ്രാർ അഹമ്മദിനെ എടുക്കുമ്പോൾ പോലും അബ്രാർ അഹമ്മദൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഭീഷണി ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം ഷഹീൻ ഷാ അഫ്രീദി എന്നൊരു ഒറ്റ പേസ് ബോളർ വെച്ചുകൊണ്ട് ബാക്കി മുഴുവൻ സ്പിന്നേഴ്സിനെ വെച്ച് അവർ അലൈൻ ചെയ്താൽ പോലും അതിനകത്ത് തർക്കിക്കാനൊന്നുമില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർ സ്പിന്നിൽ വളരെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. പേസേഴ്സിനിടെ അതിഗംഭീരമായ സ്ട്രൈക്ക് റേറ്റ് മൊത്തത്തിലുള്ള ടീം ഇന്ത്യക്ക് സ്പിന്നിൽ ആകെ 100 to 150 വരെ മാത്രമേ സ്ട്രൈക്ക് റേറ്റ് ഉള്ളൂ. അതും തള്ളിക്കളയരുത്. 7 to 14 ഓവേഴ്സ് എന്ന് മിഡിൽ ഓവേഴ്സ് സ്പിൻ അറ്റാക്ക് കൃത്യമായി പാകിസ്ഥാൻ യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇന്ത്യക്ക് അതൊരു വലിയ വെല്ലുവിളിയായി മാറുമെന്നതിൽ തർക്കമൊന്നുമില്ല. ഇനി പവർ പ്ലേസ് വരികയാണെങ്കിൽ തന്നെ ആര് മുതലെടുക്കും? പാകിസ്ഥാൻ ആണെങ്കിൽ അവിടെയും സ്പിൻ അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യ ആണെങ്കിൽ പോലും ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ബുംറ ഒരു 3 ഓവറോ 2 ഓവറോ പവർ പ്ലേയിൽ എറിയിക്കാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ എടുത്തു നോക്കിയാൽ ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും ലീഡ് ചെയ്യുന്നത്, അർഷ്ദീപ് സിംഗും ഉണ്ടാവും. ബുംറ ആവട്ടെ പവർ പ്ലേയിൽ ഒരൊറ്റ ഓവറായിരിക്കും എറിയുന്നത്, അല്ലെങ്കിൽ 7ാമത്തെ ഓവറായിരിക്കും ബുംറയ്ക്ക് പന്ത് കൊടുക്കുന്നത് ബുംറയുടെ ആദ്യത്തെ ഓവർ എറിയാനായിട്ട്. പക്ഷേ ഇവിടെ ചിലപ്പോൾ സൂര്യകുമാർ യാദവിന് ഒരു മാറ്റം കൊണ്ടുവന്ന് ബുംറയെ കുറച്ചുകൂടെ പവർ പ്ലേയിൽ യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും മാറ്റാൻ പോകുന്നത്? പാകിസ്ഥാന്റെ ടോപ്പ് ഓർഡർ ഷഹീബ് സദ ഫർഹാൻ എന്ന പാകിസ്ഥാന്റെ ഏറ്റവും കൂടുതൽ കുന്തമുനയായിട്ട് നിൽക്കുന്ന ഈ T20 ലോകകപ്പിൽ പാകിസ്ഥാന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്ത സയ്യിദ് സാദ ഫർഹാൻ ഇന്നത്തെ മത്സരത്തിൽ ഒരു ഡിസൈഡിംഗ് ഫാക്ടർ ആവുമോ? സയിം അയൂബ് എന്ന ഇടം കയ്യൻ ബാറ്റർ, ഹാർഡ് ഹിറ്റിംഗ് പ്ലെയർ, ഒഫൻസീവ് പ്ലെയർ എങ്ങനെയായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ ടാർഗറ്റ് ചെയ്യുക? ബാബർ അസത്തിന്റെ സ്ലോ കളി, വളരെ ഇഴഞ്ഞു പോകുന്ന കളി, അദ്ദേഹത്തിൻ്റെ മിഡിൽ ഓവേഴ്സിൽ റണ്ണ് കിട്ടാൻ കഴിയാത്തതിനുള്ള പ്രശ്നമൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും ബാബറിന് ഒരു ഹനുമാൻ ഗിയർ പാകിസ്ഥാന് വേണ്ടിയിട്ട് ഇടാൻ കഴിയുമോ എന്നുള്ളതും വളരെ നിർണായകമായ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കുറേ നാളുകൾക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വളരെ വീറോടെ വാശിയോടെ കാണാൻ കഴിയുന്ന ഒരു മത്സരമായിരിക്കും ഇന്ന്. ഇപ്പോൾ ഏഷ്യ കപ്പൊക്കെ സംസാരിക്കുമ്പോൾ പോലും അന്ന് പോലും ഇന്ത്യക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ സ്ട്രോങ് ടീം അല്ല എന്നതാണ്. എന്നിട്ട് പോലും നമ്മുടെ മുന്നിൽ ചരിത്രമുണ്ട്, 10 വിക്കറ്റിന് പാകിസ്ഥാൻ നമുക്കെതിരെ ജയിച്ചിട്ട് പോയ മത്സരം. എത്രയൊക്കെ കളികളെന്ന് പറഞ്ഞാൽ പോലും ആ കളി നമുക്ക് മറക്കാൻ കഴിയില്ല. ബട്ട് എന്നാൽ പോലും ഇന്നത്തെ മത്സരം വളരെ സ്ട്രോങ് കണ്ടന്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള മത്സരമായിരിക്കും. അതിനിടയിൽ ടോസ് തൊട്ട് തന്നെ രാഷ്ട്രീയം ഉണ്ടായിരിക്കും, ഹസ്തദാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടാവും. കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ സൂര്യകുമാർ യാദവ് തന്നെ പറഞ്ഞത് ഹസ്തദാനവുമായി ബന്ധപ്പെട്ടുള്ള സിറ്റുവേഷൻസിനെ കുറിച്ചാണ്. അതായത് അതിനെപ്പറ്റി ഇപ്പോഴും സസ്പെൻസ് നിലനിർത്തുകയാണ് സൂര്യ. പാകിസ്ഥാന്റെ ക്യാപ്റ്റനായ സൽമാൻ അഖ പറയുന്നത് തനിക്ക് ഹസ്തദാനം ചെയ്യാൻ താല്പര്യമുണ്ടെന്നാണ്. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അതൊരു സ്ട്രിക്റ്റ് നോ തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യ അണ്ടർ-19 ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്നപ്പോൾ പോലും ആയുഷ് മാത്രെ കൈ കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഇത് തുടങ്ങി വെച്ച രോഹിത് ശർമ്മയിൽ നിന്ന് സൂര്യകുമാർ യാദവിൽ നിന്ന് ആയുഷ് മാത്രയിലേക്ക് വരെ നീണ്ടു നിൽക്കുന്ന ഈ കഴിഞ്ഞ 2.5-3 വർഷം കാലയളവിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കൈ കൊടുക്കാൻ അവർ തയ്യാറായിട്ടില്ല പാകിസ്ഥാനെതിരെ. വിമൻസ് ക്രിക്കറ്റിലും ഇതേ അവസ്ഥയാണ്. അത് മാറ്റാൻ ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് വളരെ നിർണായകമായ ചോദ്യമാണ്. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ടോസ് ടൈമിലോ കളി നടക്കുന്ന സമയത്തോ കളിയുടെ ഒടുവിലോ ഹസ്തദാനത്തിന് ഇന്ത്യ തയ്യാറാകുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ ഹസ്തദാനം ചെയ്താലും ഇല്ലെങ്കിലും അത് വാർത്തയാവും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ ഈ മത്സരം ഇന്ത്യക്ക് ഒരിക്കലും കൈവിട്ടു പോകാൻ കഴിയാത്ത മത്സരമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുന്നത്തെ ചരിത്രം, ഹിസ്റ്ററി എന്ന് പറയുന്നത് തന്നെ പാകിസ്ഥാൻ ബംഗ്ലാദേശിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്നൊരു തീരുമാനമെടുത്തതിന് ശേഷം ICCയിലെ 2 പ്രതിനിധികൾ ലാഹോറിൽ പോയി BCCI പ്രതിനിധികളോടൊപ്പം തന്നെ ലാഹോറിൽ പോയി PCBയുമായിട്ട് ചർച്ച നടത്തി. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിൽ നിന്നും ആദ്യം ഒരു പ്രസ് റിലീസ് എടുത്തതിന് ശേഷം പാകിസ്ഥാൻ കളിക്കണമെന്ന് ബംഗ്ലാദേശ് നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ ബംഗ്ലാദേശിന്റെ താല്പര്യപ്രകാരം വഴങ്ങിയിട്ടാണ് ഞങ്ങൾ ഈ മത്സരത്തിൽ കളിക്കാൻ വരുന്നത് എന്നത് മോസിൻ നഖ്വി പറയാതെ പറയുകയും ചെയ്ത പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ നമ്മളിപ്പോൾ കണ്ടതാണ്. അങ്ങനെ എല്ലാം കൂടി രാഷ്ട്രീയം നിറഞ്ഞിരിക്കുന്ന ഈ മത്സരത്തിൽ പാകിസ്ഥാൻ ഇത് ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാൻ ഹോസ്റ്റ് ചെയ്ത ടൂർണമെന്റിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് പുറത്തായി പോയ പാകിസ്ഥാനെ ആ ടൂർണമെന്റിൽ ജേതാക്കളായ ഇന്ത്യ പോലും അപമാനിച്ചു വിട്ടതാണ്. ഏഷ്യ കപ്പിൽ ട്രോഫി അടിച്ചുകൊണ്ട് പോയ മോസിൻ നഖ്വിയെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പാകിസ്ഥാൻ ഒരു കോമാളി ഇമേജിൽ കുറച്ച് നാളുകളായി പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ടീമിനെ ഒട്ടാകെ തന്നെ തിരിച്ചു പിടിക്കാൻ കഴിയുന്നുള്ളൊരു കെൽപ്പ്, കോൺഫിഡൻസ് ആ ടീമിലെ 11 പ്ലേയേഴ്സിനും ഉണ്ട്. അത് ഇന്നത്തെ മത്സരത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ ഒരു ഗംഭീര മത്സരം ഇന്നത്തെ കാണാൻ സാധിക്കുമെന്നതിൽ തർക്കമൊന്നുമില്ല. വലിയ ചേഞ്ചസ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാനപ്പെട്ട ചേഞ്ചസ്, ഒന്ന് സഞ്ജു സാംസൺ പുറത്തായിരിക്കും, അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. അഭിഷേക് ശർമ്മ ടീമിലേക്ക് വരും. ഇനി ഉണ്ടാവാൻ പോകുന്ന ചേഞ്ച് വാഷിംഗ്ടൺ സുന്ദർ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ആ ഒരു സ്പിൻ അറ്റാക്ക് കോമ്പിനേഷനുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകുമോ, കണ്ടീഷൻസ് അനുസരിച്ച് കളിക്കാൻ ഇന്ത്യ തയ്യാറാകുമോ, അതോ വിന്നിംഗ് ഫോർമുലയുമായിട്ട് മാത്രം ഇന്ത്യ മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. അതോടൊപ്പം തന്നെ പറയട്ടെ, കൊളംബോ പാകിസ്ഥാൻ അനുകൂലമാണ്. കാരണം കഴിഞ്ഞ 2 മത്സരങ്ങൾ പാകിസ്ഥാൻ കളിച്ചത് ശ്രീലങ്കയിലാണ്. ഇന്ത്യ ആവട്ടെ ആദ്യമായിട്ടാണ് ഈ T20 ലോകകപ്പിൽ ശ്രീലങ്കയിൽ പോയി കളിക്കുന്നത്. ആ ഒരു സാധ്യതയും കൂടെ കണക്കിലെടുക്കുമ്പോൾ ഗ്രൗണ്ട് അറിയാവുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. ഇതേ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് കഴിഞ്ഞ ദിവസം സിംബാബ്വെ വേഴ്സസ് ഓസ്ട്രേലിയ മത്സരത്തിൽ സിംബാബ്വെ ജേതാക്കളായത്. അങ്ങനെ ഒരു അട്ടിമറി ജയം ചരിത്രം കൂടി കണ്ട ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കാൻ പോകുന്നത് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഗാലറി കപ്പാസിറ്റി എന്ന് പറയുന്നത് 35,000 പക്ഷേ ടിക്കറ്റിന് ആവശ്യക്കാർ ഏകദേശം 1 ലക്ഷത്തോളം വന്നെങ്കിൽ പോലും ഗാലറി നിറഞ്ഞു കവിയും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ തന്നെ ആളുകൾ ഗ്രൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു, ആവേശം എത്താനാണ്. എന്തായാലും വളരെ ശക്തമായ ഒരു മത്സരം തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഫേവറിറ്റ്സ് ആരായിരിക്കും, ഇന്ത്യയോ പാകിസ്ഥാനോ? കാത്തിരുന്ന് കാണാം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.